കോൺഗ്രസ് പ്രഖ്യാപിച്ച ഭരണ പദ്ധതിയുടെ ഭൂമി രജിസ്ട്രേഷൻ ഇന്ന് നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ 3 സ്ഥലങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിൽ ഒന്നാമത്തെ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ഇന്ന് പൂർത്തീകരിച്ചു. എല്ലാ നടപടികളും പൂർത്തീകരിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ പേരിൽ 3.25 ഏക്കർ സ്ഥലം രജിസ്റ്റർ ചെയ്തു. രജിസ്ട്രേഷൻ നടപടികൾക്ക് ശേഷം ഒന്നാം ഘട്ടം എന്ന നിലയിൽ അവിടെ എത്ര ഗുണഭോക്താക്കൾക്കാണ് വീട് കൊടുക്കാൻ സാധിക്കുന്നത് അത്രയും ഗുണഭോക്താക്കൾക്ക് വീട് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. മേപ്പാടി പഞ്ചായത്തിലാണ് ഈ ഭൂമി വരുന്നത്. ഈ മേപ്പാടി പഞ്ചായത്തിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്ലാൻ സബ്മിറ്റ് ചെയ്ത് അതിന് ആർക്കിടെക്റ്റിനെ കണ്ടിരുന്നു. ആ പ്ലാൻ സബ്മിറ്റ് ചെയ്ത് പഞ്ചായത്തിൽ നിന്ന് അതിന്റെ സാങ്ഷൻ വാങ്ങി എത്രയും പെട്ടെന്ന് തറക്കല്ലിടൽ അടക്കമുള്ള ഉദ്ഘാടന കർമ്മങ്ങൾ നടത്തിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. കോൺഗ്രസിന്റെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളൊക്കെ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് രാഷ്ട്രീയമായി മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഗവൺമെന്റിന്റെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ CMDRF ഫണ്ടിൽ 774 കോടി രൂപയുണ്ട്. ജീവനോപാധി കൊടുത്തിട്ടില്ല ദുരന്ത ബാധിതർക്ക്. അവരുടെ കടം എഴുതി തള്ളൂ എന്ന് പറഞ്ഞു. അത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഈ സർവൈവേഴ്സിന്റെ കടം എഴുതി തള്ളുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് നഷ്ടപ്പെട്ടവർക്ക് ഇന്ന് ജീവനോപാധി ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിലാണ് അവർക്ക് കൃത്യമായി കൊടുക്കുന്നില്ല. വാടക കൃത്യമായി കൊടുക്കുന്നില്ല. അവർക്ക് 2 കുടുംബത്തിൽ 9,000 വെച്ച് മാസം കൊടുത്തിരുന്നത് അത് കൃത്യമായി അതൊക്കെ പല ഘട്ടങ്ങളിലും മുടങ്ങുന്നു. പലപ്പോഴും കോൺഗ്രസ് പ്രഖ്യാപിച്ച കോൺഗ്രസ് പ്രവർത്തകന്മാരിൽ നിന്നാണ് ആപ്പ് മുഖാന്തരം ഞങ്ങൾ പണം സ്വരൂപിച്ചത്. അത് വയനാട് ജില്ലയിൽ ആപ്പ് ഉപയോഗിച്ച് ഞങ്ങൾ പണം പിരിച്ചിട്ടില്ല. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു പാർട്ടി പ്രഖ്യാപിച്ച ഒരു ഭവന പദ്ധതിയെ വിമർശിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും ഭരണപക്ഷത്തിന്റെ CPM നേതാക്കന്മാർ, ഗവൺമെന്റിന്റെ കയ്യിലുള്ള പണം കോടിക്കണക്കിന് രൂപ ഖജനാവിൽ കിടക്കുമ്പോൾ അത് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ, ദുരന്ത ബാധിതർക്ക് അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അത് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്നാണ് ഇക്കാര്യത്തിൽ പരിശോധിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, നമ്മൾ നിയമപരമായ ഭൂമി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലതാമസമാണ്. ഇപ്പോഴും ഞങ്ങൾ ഈ ഗവൺമെന്റിനോട് പറയാനുള്ളത്, നിങ്ങൾ സ്ഥലം വീണ്ടും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. തോട്ടഭൂമി എന്ന നിലയ്ക്ക് ഗവൺമെന്റ് ദുരന്ത ബാധിതർക്കായി തോട്ടം ഭൂമിയിൽ അവർ ഭവനം നിർമ്മിക്കുമ്പോൾ ആ തോട്ടഭൂമി എന്ന നിലയ്ക്കുള്ള ഒരു ആനുകൂല്യം എന്തുകൊണ്ട് സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും നടപ്പിലാക്കുന്ന ഭവന പദ്ധതിക്ക് കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല? കാരണം ഗവൺമെന്റിന്റെ സ്വാർത്ഥ താല്പര്യം, CPMന്റെ സ്വാർത്ഥ താല്പര്യമാണ്. കാരണം മറ്റാരും ദുരിതാശ്വാസ പ്രവർത്തനം നടത്തരുത് എന്ന അവരുടെ ഒരു ദുഷ്ടരാഷ്ട്രീയമാണ്. കോൺഗ്രസ് ഇവിടെ കാണുന്നത്, അല്ലെങ്കിൽ ലീഗ് ഇവിടെ കാണുന്നത്, സാങ്കേതികത്വത്തിന്റെ പേരിൽ 100 കണക്കിന് ആളുകൾ, അർഹരായ ആളുകൾ ഈ ഗുണഭോക്തൃ ലിസ്റ്റിന് പുറത്താണ്. റേഷൻ കാർഡ് 2 എണ്ണം ഇല്ലാത്തതിന്റെ പേരിൽ, ഭൂമിക്ക് മതിയായ രേഖയില്ലാത്തതിന്റെ പേരിൽ, വീട്ടു നമ്പർ ഇല്ലാത്തതിന്റെ പേരിൽ, മറ്റ് സാങ്കേതിക കാരണങ്ങളാലൊക്കെ എത്രയോ ആളുകൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ലിസ്റ്റിന് പുറത്താണ്.